Today we are discussing exercise 2.1 of inverse trigonometry functions. About exercise 2.1 we have to find out the principal values of the following functions or the given functions. So നമുക്ക് ആദ്യം എന്താണ് പ്രിൻസിപ്പൽ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കാം. പ്രിൻസിപ്പൽ വാല്യൂസ് എന്ന് വെച്ചാൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസിനകത്ത് ഉൾക്കൊള്ളുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രിൻസിപ്പൽ വാല്യൂസ് എന്ന് പറയുക, അതാ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുക. അപ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്ത് കിടക്കുന്ന സൊല്യൂഷൻസിനെയാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് നോക്കാം ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഓരോ ഫംഗ്ഷൻസിൻ്റെ ആയിട്ട് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസ് നമുക്ക് ചെക്ക് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 to π/2 ആണ്. കോസ് ഇൻവേഴ്സ് ആണെങ്കിലോ അത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π. ഇനി കൊസീക്ക് ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിൽ -π/2 to π/2 ഇല്ലേ, അതിൽ നിന്നും 0 കളഞ്ഞാൽ മതി. അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 to π/2 മൈനസ് സെറ്റ് 0. സീക്ക് ഇൻവേഴ്സ് ആണെങ്കിലോ അത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π മൈനസ് π/2. അതായത് കോസ് ഇൻവേഴ്സ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π ആണ്. സീക്ക് ഇൻവേഴ്സ് വരുമ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π മൈനസ് π/2. ടാൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് വെച്ചാൽ നോക്കുക, സൈൻ ഇൻവേഴ്സിൻ്റെത് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 ആണ്. ഇവിടെ ആകുമ്പോൾ ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2. കോട്ട് ഇൻവേഴ്സ് ആണെങ്കിൽ സ്വാഭാവികമായി നിങ്ങൾക്ക് മനസ്സിലാവും ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π ആണ് കോസിൻ്റെത്. അപ്പോൾ കോട്ട് ഇൻവേഴ്സിൻ്റെ ആകുമ്പോൾ ഓപ്പൺ ഇൻ്റർവൽ 0 to π. സോ ആദ്യം ബൈ ഹേർട്ട് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്, നിർബന്ധപൂർവ്വം ബൈ ഹേർട്ട് ചെയ്യേണ്ടതാണ്. സോ നമുക്ക് എക്സർസൈസ് 2.1ലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് -1/2. സൈൻ ഇൻവേഴ്സ് -1/2. So we have to find the value, or we have to find the principal value of sin inverse -1/2. So നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. Let y is equal to sin inverse -1/2. Right? സൈനിനെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? sin y is equal to -1/2. അപ്പോൾ അതിൽ നെഗറ്റീവ് നിങ്ങൾ കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും sin π/6 അഥവാ sin 30 ആണ് എന്ന് പറയുന്നത് 1/2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൈനസ് മാറ്റി നിർത്തിക്കൊണ്ട് ആ 1/2 പകരം എന്തുകൊണ്ട് sin π/6 എഴുതിക്കൂടാ. സോ ഇറ്റ് ഈസ് -sin π/6. അഗെയിൻ ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും sin -θ ഈസ് -sin θ. അങ്ങനെയാണെങ്കിൽ -sin π/6 പകരം നമുക്ക് -sin θയ്ക്ക് പകരം sin -θ എഴുതാൻ പാടില്ലേ. അങ്ങനെയാണെങ്കിൽ -sin π/6 is sin -π/6. sin y is equal to sin -π/6. That means y is equal to -π/6. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമുള്ളത്, ഈ -π/6 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ വാല്യൂ ആണോ എന്ന് നിശ്ചയിക്കപ്പെടുന്നത് ഈ -π/6 പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്ത് ഉണ്ടാകും. സോ നമുക്കറിയാം പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് ഈസ് എത്രയാ? ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 to π/2. അങ്ങനെയാണെങ്കിൽ -π/6 മീൻസ് ഇറ്റ് ഈസ് -30. -π/2 + π/2 മീൻസ് -90 to +90. സോ വളരെ ക്ലിയർ ആണ്, -90ക്കും +90ക്കും ഇടയ്ക്കാണ് -30 എന്ന് പറയുന്ന വാല്യൂ കിടക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് -π/6 ഈസ് എൻ എലമെന്റ് ഓഫ് -π/2 π/2. Therefore we can say that principal solution അഥവാ principal value of sin inverse -1/2 is -π/6. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോകുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് √3/2. കോസ് ഇൻവേഴ്സ് √3/2. മുമ്പ് ചെയ്ത കണക്ക് തന്നെ ലെറ്റ് y ഈസ് ഈക്വൽ ടു
cos inverse root 3 by 2. Cosനെ ഷിഫ്റ്റ് ചെയ്യുന്നു. cos y is equal to root 3 divided by 2. ഇവിടെ പിന്നെ നെഗറ്റീവ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് വലിയ സംശയങ്ങൾ വരാൻ വഴിയില്ല. നമുക്കറിയാം cos 30 അഥവാ cos pi by 6 is equal to root 3 by 2 ആണ്. So we can write instead of root 3 cos pi by 6. Therefore y is equal to pi by 6. ഇനി നമുക്ക് നോക്കേണ്ടത് നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. പൈ ബൈ 6 എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്താണോ നോക്കുക. അപ്പൊ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് ഈസ് ക്ലോസ്ഡ് ഇന്റർവൽ 0 to pi. ഇവിടെയും ക്ലിയർ ആണ്. 0 to pi. Pi means it is 180. Pi by 6 it means 30. So 30 is lies in between 0 and pi. So we can write it as pi by 6 is an element of closed interval 0 to pi. Therefore, principal value of cos inverse root 3 by 2 is pi by 6. സോ നമ്മൾ അടുത്തത് തേർഡ് ക്വസ്റ്റൻ ആണ്. തേർഡ് ക്വസ്റ്റൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് വിടുന്നു. കൊസീക് ഇൻവേഴ്സ് 2 മറ്റു സംശയങ്ങളൊന്നും വരാൻ വഴിയില്ല. ഫോർത്ത് ക്വസ്റ്റൻ എന്ന് വെച്ചാൽ ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് മൈനസ് റൂട്ട് 3. ടാൻ ഇൻവേഴ്സ് മൈനസ് റൂട്ട് 3 നേരത്തെ കണക്കിലാണ്. ലെറ്റ് y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മൈനസ് റൂട്ട് 3. ദെൻ ടാൻ y ഈസ് ഈക്വൽ ടു നെഗറ്റീവ് റൂട്ട് 3. ആ നെഗറ്റീവ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടാൻ 60 അഥവാ ടാൻ പൈ ബൈ 3. ടാൻ പൈ ബൈ 3 ഈസ് റൂട്ട് 3. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ആ നെഗറ്റീവ് ആ റൂട്ട് 3ക്ക് പകരം എന്തെടുക്കാൻ പറ്റും? ടാൻ പൈ ബൈ 3 എന്ന് എഴുതാൻ കഴിയും. റൈറ്റ്. കൂടാതെ നമുക്കറിയാം, വീണ്ടും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, ടാൻ മൈനസ് തീറ്റ ഈസ് മൈനസ് ടാൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ മൈനസ് ടാൻ തീറ്റയ്ക്ക് പകരം നമുക്ക് ടാൻ മൈനസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. സോ വി ആർ റൈറ്റിംഗ് മൈനസ് ടാൻ പൈ ബൈ 3 ആസ് ടാൻ മൈനസ് പൈ ബൈ 3. സോ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യണം എന്താണ് -3 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്ത് കിടക്കുന്ന വില തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ടാൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് tan inverse is open interval minus pi by 2 to pi by 2. ശരിയല്ലേ? ടാൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് വെച്ചാൽ ഓപ്പൺ ഇന്റർവൽ മൈനസ് പൈ ബൈ 2 to pi by 2, ദാറ്റ് ഇസ് മൈനസ് 90 to 90. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മൈനസ് പൈ ബൈ 3 ഈസ് ലൈസ് ഇൻ ബിറ്റ്വീൻ മൈനസ് 90 ആൻഡ് പ്ലസ് 90, ദാറ്റ് ഇസ് മൈനസ് പൈ ബൈ 3 മീൻസ് ഇറ്റ് ഈസ് മൈനസ് 60. അപ്പോൾ നമുക്ക് എഴുതാം മൈനസ് പൈ ബൈ 3 ഈസ് എൻ എലമെന്റ് ഓഫ് ക്ലോസ് ഓപ്പൺ ഇന്റർവൽ മൈനസ് പൈ ബൈ 2 to pi by 2. Therefore, principal value of tan inverse minus root 3 is minus pi by 3. That's the answer. So നമ്മൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. So the fifth question is find the principal value of cos inverse minus 1 by 2. Cos inverse minus 1 by 2. Let y is equal to cos inverse minus 1 by 2. Cos y is equal to minus 1 by 2. That means cos 60 is half. So minus cos pi by 3. നമുക്ക് നേരത്തെ ചെയ്തതൊക്കെ ഇവിടെ ചെയ്യാൻ കഴിയില്ല. കാര്യം സൈൻ മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. പക്ഷേ കോസ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? കോസ് തീറ്റ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. കോസ് മൈനസ് തീറ്റ ഈസ് കോസ് തീറ്റ ഈസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നെഗറ്റീവ് ഭാഗത്തേക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതിന് ദയവായി ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ഇന്റർവൽ 0 to pi ആണ്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ 0ക്കും പൈക്കും ഇടയ്ക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ എത്രയാണ്? നമുക്കറിയാം ക്വാഡ്രന്റ് വൈസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റിലാവുമ്പോൾ സൈൻ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ആർ പോസിറ്റീവ്. തേർഡ് ക്വാർട്ടറിൽ വരുമ്പോൾ
ടാനും അതിൻ്റെ റെസിപ്രോക്കലായ കോട്ടും പോസിറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് എത്തുമ്പോൾ കോസും അതിൻ്റെ റെസിപ്രോക്കലായ സീക്കും ആയിരിക്കും പോസിറ്റീവ്. എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും കോസിൻ്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ തേർഡ് ക്വാഡ്രന്റിലെ വില നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ തേർഡ് ക്വാഡ്രന്റിലേക്ക് എത്തുമ്പോൾ പൈയേക്കാൾ കൂടിയ വാല്യൂ ആയിരിക്കും തേർഡ് ക്വാഡ്രന്റിൽ ഉണ്ടാവുക. നമുക്ക് വേണ്ടത് പൈയേക്കാൾ കുറഞ്ഞ വിലയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് കോസ് പൈ ബൈ 3 കൺസിഡർ ചെയ്യാൻ കഴിയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. എന്താണ്? കോസ് പൈ മൈനസ് പൈ ബൈ 3. കോസ് പൈ മൈനസ് പൈ ബൈ 3 മസ്റ്റ് ബി ഈക്വൽ ടു മൈനസ് കോസ് പൈ ബൈ 3. ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും. കോസ് പൈ മൈനസ് പൈ ബൈ 3 കണ്ടുപിടിക്കേണ്ട വിധം മനസ്സിലായിട്ടോ പ്രതീക്ഷിക്കുന്നു. സെക്കൻഡ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും മാത്രമാണ് കോസ് നെഗറ്റീവായിട്ട് വരിക. തേർഡ് ക്വാഡ്രന്റിലെ വാല്യൂ നമുക്ക് എടുക്കാൻ കഴിയില്ല. സോ സെക്കൻഡ് ക്വാഡ്രന്റിലെ വരെ ആകുമ്പോൾ പൈ മൈനസ് ദാറ്റ് മച്ച് എടുക്കേണ്ടി വരും അല്ലെ. പൈ പ്ലസ് ആയാലും തേർഡ് ക്വാഡ്രന്റിലേക്ക് പോകും. അപ്പോൾ പൈ മൈനസ് പൈ ബൈ 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് പൈ മൈനസ് പൈ ബൈ 3 മീൻസ് ഇറ്റ് ഈസ് കോസ് LCM എടുത്തു കഴിഞ്ഞാൽ 3 പൈ മൈനസ് പൈ ഡിവൈഡഡ് ബൈ 3. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് 2 പൈ ബൈ 3. കോസ് y ഈസ് ഈക്വൽ ടു കോസ് 2 പൈ ബൈ 3 ആകുമ്പോൾ y ഈസ് ഈക്വൽ ടു 2 പൈ ബൈ 3. ഇത് നമുക്ക് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ 2 പൈ ബൈ 3 ലൈസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് പൈ. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം 0 to പൈയിലാണ് എന്താണ് 2 പൈ ബൈ 3 കിടക്കുന്നത്. ഈവൻ ദോ എന്ത് ചെയ്യാം നമുക്ക് ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് ഈസ് closed interval 0 to pi, and it is very clear that 2 pi by 3 belongs to 0 pi. Therefore the principal value of cos inverse minus 1 by 2 is 2 pi by 3. Okay, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. 6 നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ടാൻ ഇൻവേഴ്സ് -1 ആണ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് -1 ആണ്. ടാൻ ഇൻവേഴ്സ് -√3 ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ സെയിം മാനറിൽ നിങ്ങൾക്ക് ടാൻ ഇൻവേഴ്സ് -1 ചെയ്യാൻ കഴിയും. 7th ക്വസ്റ്റ്യൻ സീക്ക് ഇൻവേഴ്സ് 2/√3 ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് വാല്യൂസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 8th ക്വസ്റ്റ്യൻ കോട്ട് ഇൻവേഴ്സ് √3 ആണ്. അത് നിങ്ങൾക്ക് മറ്റു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അടുത്തത് 9th ക്വസ്റ്റ്യൻ കോസ് ഇൻവേഴ്സ് -1/√2 ആണ്. നമ്മൾ ഓൾറെഡി തന്നെ ഇപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത് കോസ് ഇൻവേഴ്സ് -1/2 ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കോസ് ഇൻവേഴ്സ് -1/√2 ചെയ്യാൻ പറ്റും. അടുത്ത 10th ക്വസ്റ്റ്യൻ കൊസീക്ക് ഇൻവേഴ്സ് -√2 ആണ്. ഒരു പ്രാവശ്യം കൂടെ വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്തേക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10 എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് -√2. കൊസീക്ക് ഇൻവേഴ്സ് -√2. ലെറ്റ് y ഈസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് -√2. That is cosec y is equal to -√2. Cosec y is equal to -√2. Then cosec 45 is √2. So we can write it as minus cosec pi by 4. Minus cosec pi by 4. ഇനി നമുക്കറിയാം sin minus theta is minus sin theta. Therefore cosec minus theta is minus cosec theta. So അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നതിനെ cosec minus cosec pi by 4 cosec minus pi by 4 എന്ന് എഴുതാക്കിയത്. അപ്പോൾ cosec y is equal to cosec minus pi by 4. Therefore y is equal to minus pi by 4. Then again we have to check that minus pi by 4 lies in the principal value branch, that is closed interval 0 pi minus pi by 2. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് ഈസ് എത്ര നമുക്ക് കിട്ടുക? മൈനസ് ക്ലോസ്ഡ് ഇന്റർവൽ -pi by 2 to pi by 2 മൈനസ് സെറ്റ് 0. ശരിയല്ലേ? കൊസീക്ക് ഇൻവേഴ്സിന്റെ ആകുമ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ -pi by 2 to pi by 2 മൈനസ് 0. Therefore വളരെ ക്ലിയർ ആണ്. -90 to +90 -45. So -45 lies in between -90 and +90. Therefore -pi by 4 belongs to closed interval -pi by 2 to pi by 2 minus set 0. Therefore principal solution of cosec inverse -√2 is -pi by 4. That's it. Okay.
അടുത്ത നമുക്ക് 11th ക്വസ്റ്റ്യനിലേക്ക് പാസ് ചെയ്യാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് മൈനസ് ഹാഫ് പ്ലസ് സൈൻ ഇൻവേഴ്സ് മൈനസ് ഹാഫ്. സോ നമ്മൾ എടുക്കുക, ലെഫ്റ്റ് സൈഡ് എടുക്കുക. ലെഫ്റ്റ് സൈഡ് മീൻസ് ടൈം എടുക്കുക. ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് മൈനസ് ഹാഫ് പ്ലസ് സൈൻ ഇൻവേഴ്സ് മൈനസ് ഹാഫ് എടുക്കുക. നമ്മൾ ആൾറെഡി പഠിച്ചത് തന്നെയാണ്. ടാൻ ഇൻവേഴ്സ് 1, ദാറ്റ് ഈസ് ടാൻ പൈ ബൈ 4 ഈസ് 1. സോ ടാൻ ഇൻവേഴ്സ് 1, ടാൻ പൈ ബൈ 4 ഈസ് 1. Therefore ടാൻ ഇൻവേഴ്സ് 1 ഈസ് പൈ ബൈ 4. ആൾറെഡി തൊട്ട് മുമ്പ് തന്നെ നമ്മൾ കോസ് ഇൻവേഴ്സ് മൈനസ് ഹാഫിന്റെ വില കണ്ടുപിടിച്ചിരുന്നു. സോ കോസ് ഇൻവേഴ്സ് മൈനസ് ഹാഫ് ഈസ് 2 പൈ ബൈ 3. Then sin inverse minus half, അത് നമ്മൾ ചെയ്തു തന്നെയാണ്. sin inverse minus half, it is pi by minus pi by 6. So pi by 4 plus cos inverse minus half, that is 2 pi by 3 plus sin inverse minus half, that is minus pi by 6. You can write it as pi by 4 plus 2 pi by 3 minus pi by 6. You may take the LCM, that is LCM will be 12 upon 12 divided by 4 is 3, that is 3 pi plus 12 divided by 3 is 4, 4 into 2 pi is 8 pi minus 12 divided by 6 is 2 pi. So it is 3 pi plus 8 pi is 11 pi minus 2 pi is 9 pi divided by 12, that means 3 pi by 4. So the value of tan inverse 1 plus cos inverse minus half plus sin inverse minus half is 3 pi by 4. ഇവിടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കാകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കോസ് ഇൻവേഴ്സ് മൈനസ് ഹാഫിന്റെ വില നമ്മുടെ തൊട്ട് മുമ്പ് ചെയ്യുന്നതൊക്കെ ചെയ്യാം. സൈൻ ഇൻവേഴ്സ് മൈനസ് ഹാഫിന്റെ വിലയും അത്തരത്തിൽ കണ്ടുപിടിച്ചതിന് ശേഷം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12 നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. കോസ് ഇൻവേഴ്സ് ഹാഫ് പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2 ഡയറക്റ്റ് ആയിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്തത് 13th ക്വസ്റ്റ്യൻ ആണ്. ഇഫ് സൈൻ ഇൻവേഴ്സ് x is equal to y, if sin inverse x is equal to y, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. ഓപ്ഷൻ നമ്പർ ബി പൈ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 2. 0 ലെസ് ദാൻ y ലെസ് ദാൻ പൈ. ഡി മൈനസ് പൈ ബൈ 2 ലെസ് ദാൻ y ലെസ് ദാൻ പൈ ബൈ 2. വൈയുടെ വാല്യൂ ഏത് ഇന്റർവെലിനകത്ത് കിടക്കുന്നതാണ് നോക്കേണ്ടത്. വളരെ ക്ലിയർ ആണ്. സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്, മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 ആണ് സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് വെച്ചാൽ. അതുകൊണ്ട് തന്നെ y കൃത്യമായി എന്ത് ചെയ്യണം, മൈനസ് പൈ ബൈ 2നും പ്ലസ് പൈ ബൈ 2നും ഇടയ്ക്കാണ് കിടക്കുന്നത്. സോ ദ option number B is the correct answer, that is minus pi by 2 less than or equal to y less than or equal to pi by 2. ക്ലോസ്ഡ് ഇന്റർവെൽ ആയതുകൊണ്ടാണ് മൈനസ് ഓർ ഈക്വൽ ടു വരുന്നത്. അപ്പോൾ മൈനസ് പൈ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. 14th ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വയമേവ ട്രൈ ചെയ്ത് നോക്കാൻ കഴിയുന്നതാണ്. ടാൻ ഇൻവേഴ്സ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് -2, അതിൻ്റെ വാല്യൂ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, താങ്ക് യു.